ഇന്ന് രാവിലെ തുടങ്ങിയാ? ഞാൻ ഇത്ര നേരം വിചാരിക്കുകയായിരുന്നു എന്താ തുടങ്ങാത്ത. മോളപ്പുറത്ത് അങ്ങനെ വരുന്നു പടി. ഓ, എനിക്കിതൊക്കെ ശീലമായി അച്ഛൻ. അല്ല, നിങ്ങൾക്ക് എന്താണ് അപ്പുറം ഇപ്പുറമൊക്കെ ആൾക്കാരുള്ളതാണ്, ഒരു മര്യാദ. ഏട്ടാ, നിസ്സാര കാര്യത്തിനൊക്കെ എന്റെ വീട്ടുകാരെ പറയുക. നിസ്സാര കാര്യവും അപ്പൊ എനിക്ക് ഈ വീട്ടിലൊരു അധികാരവും ഇല്ലേ? എന്താണ് പ്രശ്നം? ഞാൻ പറയാം. ഇവള് 2 ദോശ ചോദിച്ചു, അവർക്ക് കൊടുക്കാൻ പറ്റത്തില്ലെന്നാ. അമ്മ പറയുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. ഞാൻ ഇവിടെ ദോശ വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സരിത വന്ന് സരിതയ്ക്ക് ചുടണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനിതൊന്ന് തീർത്തോട്ടെ എന്ന് പറഞ്ഞു. അതിനാ ഇത്രയും വലിയ വഴക്ക്. ഇതൊക്കെ ആരെങ്കിലും ഒരാൾ ചെയ്താ പോരെ? അതിനവള് ചെയ്യാൻ സമ്മതിക്കണ്ടേ? എല്ലാം സ്വന്തം കാര്യം പറഞ്ഞ് ചെയ്യുമല്ലേ? അതല്ല ഏട്ടാ, ഞാൻ ഈ വീട്ടിൽ എന്ത് ചെയ്താലും അതിനൊക്കെ കുറ്റമാണ്. അല്ല, എനിക്ക് അറിയാൻ പാടില്ല അങ്ങനെ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ശരിക്കും എന്താണ് ഒരു വീടിനകത്ത് ഇങ്ങനെ വഴക്കുണ്ടാക്കേണ്ട കാര്യം തോന്നുന്നു? ഞാൻ ലീവ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴെങ്കിലും നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് കാണാൻ പറ്റൂ? ഇത്രയും നാളെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ഏട്ടൻ വന്നതിന് ശേഷം ഈ അഹങ്കാരം മൊത്തം. അതിനെല്ലാം ഇവനെ പറഞ്ഞാൽ മതിയല്ലോ. കിഴങ്ങൻ ഇവനാണല്ലോ എന്റെ വയറ്റിൽ വന്ന് പിറന്നത്. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇവള് കെട്ടിയവനായിട്ട് പിണങ്ങി ഇവിടെ വന്ന് നിന്നെന്നും പറഞ്ഞേച്ചേ ആരും അവിടെ തലേ കയറി നിരങ്ങാൻ നോക്കണ്ട, കേട്ടല്ലോ. അമ്മ എന്തിനാണ് അവളെ ഇങ്ങനെ കുറ്റം പറയുന്നത്? അവൾ നിങ്ങളോടൊക്കെ എന്ത് എത്തിയത്? ഓ, ഭാര്യയെ പറയോ ഭർത്താവിനെ കൊണ്ട് ഏട്ടൊക്കെ ഒരു പെൺകൊന്തനായി പോയത്. അതേടി, വീട്ടിൽ വഴക്കുണ്ടാവണ്ടെന്ന് വിചാരിച്ച് മിണ്ടായിരിക്കുന്ന എല്ലാ ആണുങ്ങളും പെൺകൊന്തന്മാരാണ്. ഞാനും എന്റെ മോളുവേ ആരുടെ മുമ്പിൽ തോറ്റു വിടാൻ ഉദ്ദേശിക്കുന്നില്ല. വീട്ടിൽ നിൽക്കുന്നു. കേട്ടോടി അവൻ പറഞ്ഞത്? കിടന്ന് പറഞ്ഞോണ്ട് പോട്ട്. അമ്മ ദോശ എനിക്ക് വിശക്കണം. ഈ റോസ്റ്റ് വേണം എന്റെ പൊന്നിന്.